പാകിസ്ഥാൻ വ്യോമപാത അടച്ചതിന് പിന്നാലെ വിമാന കമ്പനികൾക്ക് നിർദ്ദേശവുമായി DGCA. യാത്രാസമയം കൂടിയ സാഹചര്യത്തിൽ യാത്രക്കാരുമായി കൃത്യമായി ആശയവിനിമയം നടത്തണമെന്ന് നിർദ്ദേശം നൽകി. വ്യോമപാതയിലുള്ള മാറ്റത്തെക്കുറിച്ച് യാത്രക്കാരെ കൃത്യമായി അറിയിക്കണമെന്നും DGCA. വിനീത വിജിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിനീത, ഈ വ്യോമപാത മാറുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാൻ വ്യോമപാത അടച്ചതോടുകൂടി ഇന്ത്യൻ വിമാന കമ്പനികളെല്ലാം ആ പാത ഉപേക്ഷിക്കുന്നു. മറ്റ് റൂട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവിക യാത്രാസമയം കൂടും, ചിലപ്പോൾ യാത്രാ നിരക്കിലും മാറ്റം ഉണ്ടായേക്കാവുന്ന വിവരങ്ങൾ വരുന്നുണ്ട്. എന്താണിപ്പോൾ DGCAയുടെ നിർദ്ദേശം? ഗോകുൽ, ഈ പശ്ചാത്തലത്തിൽ യാത്രക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നാണ് പ്രധാനമായും DGCA അറിയിച്ചിരിക്കുന്നത്. അതുകൂടി കൊണ്ടാണ് ഈ പാകിസ്ഥാൻ വ്യോമപാത അടച്ച സാഹചര്യത്തിൽ കർശനമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഈ ഘട്ടത്തിൽ DGCA പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനം, യാത്രാ സമയം വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ യാത്രക്കാരുമായി കൃത്യമായിട്ടുള്ളൊരു ആശയവിനിമയം ഈ വിമാന കമ്പനികൾ നടത്തണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്തരത്തിലേക്ക് ചില ബുദ്ധിമുട്ടുകൾ യാത്രക്കാർക്ക് ഉണ്ടായതായൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലേക്കൊരു നിർദ്ദേശത്തിലേക്ക് DCG എത്തിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ വ്യോമപാതയിലുള്ള മാറ്റത്തെക്കുറിച്ച് യാത്രക്കാരെ കൃത്യമായി അറിയിക്കണമെന്നും ഈ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. വിമാനത്തിനുള്ളിൽ യാത്രക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകണമെന്നും നിർദ്ദേശമുണ്ട്. കാരണം പൊതുവെ യാത്രയെ സംബന്ധിച്ചുള്ള സമയത്തേക്കാൾ അധിക സമയം ചില മേഖലകളിലേക്കൊക്കെ യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഘട്ടത്തിൽ യാത്രക്കാർക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു നൽകണമെന്നും വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് DCG. ഗോകുൽ. ശരി, വിനീത വിജിയാണ് വിശദാംശങ്ങൾ നൽകിയത്.